കോട്ടയം കുറുവിലങ്ങാടുള്ള CD ജോമോനെതിരെ 7 വർഷം മുമ്പ് ഒരു വ്യാജ പീഡന പരാതി കേസ് വന്നു പോക്സോ ആക്ട് പ്രകാരം. പക്ഷേ 7 വർഷത്തിന് ശേഷം അതിൽ പരാതി കൊടുത്ത പെൺകുട്ടി വന്ന് പറയുകയാണ് അത് കളവായിട്ട് കൊടുത്തതാണ്. മറ്റ് ആൾക്കാരുടെ നിർബന്ധത്തിൽ പ്രകാരം എഴുതിയ പേപ്പറിൽ ഞാൻ എന്താണെന്ന് പോലും വായിച്ചു നോക്കാതെ ഒപ്പിട്ട് കൊടുക്കുകയാണ് ഉണ്ടായെന്ന് പറഞ്ഞു. അവരത് കോടതിയിലും പറഞ്ഞു. കോടതിയിൽ നിന്ന് ജോമോനെ വെറുതെ വിടുകയും, പക്ഷേ ജോമോൻ പറഞ്ഞു ഇത് സമൂഹം അറിയണമെങ്കിൽ നിങ്ങൾ പള്ളിയിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് ആ കുട്ടി ഭർത്താവും കുട്ടികളുമായി വന്നിട്ട് പള്ളിയിൽ പോയി അവർക്ക് പറ്റിയ തെറ്റ് നിരുപാധികം മാപ്പ് പറയുകയും ചെയ്തു. ഞാൻ ചെയ്തു പോയ തെറ്റ് അറിഞ്ഞോ അറിയാതെ പോയൊരു തെറ്റിന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ പലരുടെയും സംശയം 7 കൊല്ലം ഇങ്ങനെ ഇതിനു വേണ്ടി കേസ് നടത്തി റിമാൻഡിലുമായി അവരുടെ ജീവിതം നശിച്ചതിന് ശേഷം ഇങ്ങനെ വന്ന് കള്ളക്കേസാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും സെക്ഷൻ 22 പോക്സോ ആക്ട് പ്രകാരം വ്യാജ പരാതി കൊടുത്തവർക്കെതിരെ നമുക്ക് തിരിച്ച് കേസ് കൊടുക്കാം. അത് നമുക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങളോ സാമ്പത്തിക നഷ്ടമോ മാനനഷ്ടത്തിനോ കോടികൾ വരെ നമുക്ക് കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് സിവിൽ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ഡിഫാമേഷന് ക്രിമിനൽ കേസും ഫയൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത, ഈ പരാതിക്കാരി മൈനർ ആണെങ്കിൽ ഒരിക്കലും അവർക്കെതിരെ കേസെടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആർക്കായിരുന്നാലും കഠിനമായ ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് ഒരു ഉപദേശം എന്നപോലെ പറയുകയാണ്, ആരെങ്കിലും വ്യാജമായിട്ട് പരാതി കൊടുത്ത് പോക്സോ കേസിൽ ഇപ്പോൾ കോടതി നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിർത്തിക്കോ, നിങ്ങളുടെ ജീവിതം പാഴാവും. എന്നെങ്കിലും ഇത് കള്ളക്കേസാണെന്ന് അറിയുകയാണെങ്കിൽ പരാതി കൊടുത്ത ആൾ ഉള്ള പോകുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനി വ്യാജ പരാതിയിൽപ്പെട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലുമാണ്, പ്രതികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. ശക്തമായിട്ട് നിയമ പോരാട്ടം നടത്തുക. നിങ്ങളെ സമൂഹം എപ്പോഴെങ്കിലും പുച്ഛിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നിങ്ങൾ ഉയർത്തെണീറ്റിരിക്കും. കാരണം സമൂഹവും ഭരണാധികാരികളും നന്മ ചെയ്തതിൻ്റെ പേരിൽ യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം 3-ാം നാളാണ് യേശുക്രിസ്തു എണീറ്റ് വന്നത്. അതുപോലെ നിങ്ങളും ഒരിക്കൽ ഉയർത്തെണീക്കും. ഹാപ്പി ഈസ്റ്റർ.